പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ ലക്കിടി വരെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ക്യാമറ ഷൂട്ടിംഗ് ഭാഗമായിട്ടാണ് പോകുന്നത്. പിന്നെ ചെറിയ പ്രാങ്ക് ഷോ എല്ലാം നടക്കും. അപ്പോൾ ഇതൊരു ഏകദേശം ഇപ്പം കൊടുവള്ളി എത്തി. ബസ്സിൽ ഇത് കുറേ ടീംസ് ഉണ്ട്. ഫുൾ ടീംസാണ് ബസ്സിൽ, മൊത്തം ടീംസ്. അവിടെ എന്താ കളി, അവിടെ എന്തോ ഒരു കളിയുണ്ട്. അപ്പോൾ ബസ് ഡ്രൈവർ ഇതാണ്. അപ്പോൾ നമ്മളിന്ന് പൊളിക്കും. നമ്മുടെ സീറ്റ് ഇതാണ്. ഈ സീറ്റ് എണീച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കും. അപ്പോൾ ഈങ്ങാപ്പുഴത്തി എണീക്കും. അപ്പോൾ നമുക്കിന്ന് പൊളിക്കുക ഗൈസ്. അപ്പോൾ കൊടുവള്ളിയാണ്. എനിക്ക് ഫ്രണ്ട് സീറ്റ് ഉണ്ടെങ്കിൽ നല്ല വ്യൂ കിട്ടും. അതിനോടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ബാക്കിൽ കുറേ ടീംസ് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. കാണാൻ ഞാൻ ക്യാമറ തിരിക്കാൻ പോവാണ്. ബാക്കിൽ കുറേ ടീംസ് ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്. ഞാൻ പറയണതൊന്നും അങ്ങനെ കേൾക്കില്ല. മൈക്കില്ലാത്തതിനോട് നിങ്ങൾ എയർഫോണൊക്കെ വെച്ച് കേൾക്കുകയാണെങ്കിൽ നല്ല വൃത്തി കേൾക്കാം. ഞാൻ മോനെ ഇവിടുന്ന് ഓണടിച്ച് സീനാക്കുന്നുണ്ട് ഗൈസ്. ഇതിൽ കുറേ ട്രിപ്പേഴ്സ് ഉണ്ട് തോന്നുന്നു. ഇവിടുത്തെ ലഗേജ് നോക്ക് ഗൈസ്. ഇതിൽ മൊത്തം ലഗേജാണ്, ലഗേജോട് ലഗേജ്. അപ്പോൾ നമുക്ക് ഇന്ന് വയനാട്ടിൽ പോണ അടിപൊളി കാഴ്ചകളാണ് ഷൂട്ട് ചെയ്യാൻ പോണത്. എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് കാണാൻ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ആ ബെൽ ബട്ടനും ആ ചെമ്പൊക്കെ നെക്കിയിട്ടാൾ നല്ല കേൾക്കാം. പിന്നെ നമ്മൾ പ്രാങ്ക് ഷോ ഒക്കെ നടത്തും കേട്ടോ. പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിക്കണേ, നല്ല മധുരമുള്ള പച്ചവെള്ളം. മാക്സിമം ലൈക്ക് ചെയ്ത് തരണം. എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് വീട്ടിലെത്തിയിട്ട് നോക്കണോ എന്താ സ്ഥിതി ഈ വീഡിയോ ഒന്ന്. ഞാൻ കുന്നമംഗലത്ത് നിന്നാണ് കയറി. പക്ഷേ കുന്നമംഗലത്ത് നിന്ന് ഇവിടേക്ക് 56 റുപ്യയാണ് ലക്കിടി വരെ ടിക്കറ്റ്. അപ്പോൾ എന്താ പറയുക, പറയാമെന്ന് മറന്നുപോയി. ഞാൻ കുറച്ചായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ടൈം എത്രയായി അറിയോ? 2 പള്ളി കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ഇറങ്ങി. 2:11 ടൈം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവും മതിയോ? പക്ഷേ കേട്ടേ പറ്റൂ. ഇല്ല, മൈക്കൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ കൊടുവള്ളി കഴിഞ്ഞ് ഇവൻ്റെ ഓണടി കാരണം നമ്മൾ കുറച്ച് നേരം ഉപനെ എന്തായാലും ഈങ്ങാപ്പുഴ വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലൊക്കെ പോയി ഒന്ന് ഷൂട്ട് ചെയ്ത് തന്നാലോ? പൊള്ളിക്കൂലേ? ബാക്കിലൊക്കെ ഒന്ന് പോരാം. എല്ലാവരും ഉറങ്ങണ കാഴ്ചകളാണ് ഇവിടെ. മൊത്തം ടീംസ് ഇവിടെ ഉറങ്ങുക ഗൈസ്. ആരെങ്കിലും എന്ത് ചോദിക്കാനുണ്ടോ ചോദിച്ചോ? നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയോ? തീരെ അറിയില്ല, പഠിച്ചില്ല. ഗൈസ്, നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയോ? എന്നാ ഈ പാടിക്കോ, എന്തെങ്കിലും പാട്ട്. ഇത് വ്ളോഗാ. ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21 എന്ന് അടിച്ചാൽ മതി, എന്നെ കാണാം. ഗൈസ്, ഇവള് പാട്ട് പാടുന്നാ പറയുന്നത്. ഗൈസിൻ്റെ ചാനൽ കിട്ടി. ഞാൻ വലിയ ടോപ്പ് വ്ളോഗറൊന്നുമല്ല. അതെ അതെ,
കിട്ടിയോ? ഐസിയിൽ കുറേ ആൾക്കാർ ബസ്സിൽ വന്ന് ഉറങ്ങുന്നുണ്ട്, അത് കാണാം. അല്ല മോനെ, അവിടെയൊക്കെ ഉറങ്ങി തൂകാണ്. അവിടെ ഞാനിപ്പോൾ എവിടെ പോയിരിക്കും? ഒരു സീറ്റ് പോലും ഇല്ല ഐസിയിൽ, ഒരു സീറ്റും ഇല്ല. പാടൂ ഗൈസ്, ഇവള് പാടാന്നൊക്കെ പറയുന്നു. പാട്ടുപാടി എൻ്റെ ചാനലൊന്നും ഗേൾസിനെ കൊണ്ടുവരാത്ത മതി മതി. ഞാൻ കുറച്ച് മുന്നേ പോയിട്ട് കാഴ്ചപ്പാടുക മോനെ, ഓരൊക്കെ പാട്ട് പാടരുത്. എന്താ ഞാൻ ചെയ്യാ? അവിടെയുള്ള ഗേൾസാണ് പറഞ്ഞത്. പാട്ട് പാടി എന്ത് പാട്ടാ പോലും പാടിത്തന്നെ എനിക്ക്. ഞാൻ വെറുതെ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരോടും ചോദിക്കും പാട്ട് പാടാൻ അറിയുമെന്ന്. അപ്പോൾ ഓലൊക്കെ പാട്ട് പാടാണെങ്കിൽ പൊളിക്കത്. ഞാൻ ഇനി എല്ലാവരോടും ചോദിക്കാൻ പോവാം പാട്ട് പാടാൻ അറിയുമോ. നമ്മൾ പ്രത്യേക തരത്തിലെ ചാനൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പാട്ട് പാടാൻ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഓൾക്ക് പാട്ട് പാടാൻ അറിയാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഇതെന്ത് ബ്രേക്കാത്? അങ്ങനെയുണ്ടോ ബ്രേക്ക്? ഒരു ചെക്കൻ മുന്നിൽ പോയപ്പോൾ തന്നെ ഡെർഡാവിനു. പിന്നെ നമ്മളിപ്പോൾ താമരശ്ശേരി സ്റ്റാൻഡിലേക്കാണ് കയറാൻ പോണത്. ഇതിപ്പോൾ താമരശ്ശേരി എത്തി. പാട്ട് പാടി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു ജനഗണനമാതിരിയുള്ള പാട്ട്. എനിക്ക് തോന്നുന്നത് ജനഗണന അധിനായക ജയകേ ഭാരത ഭാഗ്യവിധാത അതൊക്കെ പാടിയ തോന്നുന്നു. ഞാൻ പെട്ടെന്ന് കൂടി പിടിച്ച് വാങ്ങി. എന്താണെന്ന് വെച്ചാൽ ഫുള്ള് പാട്ടൊക്കെ പാടിയാൽ സീനാണ്. കോപ്പിറൈറ്റ് വന്നല്ലോ. കോപ്പിറൈറ്റ് ഇപ്പോൾ താമരശ്ശേരി സ്റ്റാൻഡിലോട്ടുള്ളത് നമ്മൾ പൊളിക്കും. വയനാട്ടിൽ ചുരത്തിലെത്തിയാൽ വേറെ കിട്ടില്ല വ്ളോഗായിരിക്കും അവിടെ നിന്ന് എടുക്കുക. ഏട്ടൻ്റെ പേരെന്താ? ഗിരീഷ്. ഓക്കെ, ഡ്രൈവറുടെ പേര് ഗിരീഷ് എന്നാണ്. പ്രൊഫഷണൽ ഡ്രൈവറാണ്. കറക്കി എടുക്കണത് കാണാം. അപ്പോൾ ഇവിടുത്തെ മോനപ്പോൾ കറക്കും. മോനെ പൊളി സാധനം കണ്ടോ ഗൈസ്. ഇനി ഇവൻ ഇവിടുന്ന് നെയ്ച്ചുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. അവിടെ ഇരുന്ന് കഴിഞ്ഞാലേ മോനെ പിന്നെ വേറെ ലോകമായിരിക്കും. ഇത് വൈഡ് ആംഗിളിൽ ഇട്ടിട്ട് ഞാൻ എടുത്തുതരാം. കറക്കി എടുക്കണോ നോക്ക്. ഗൈസ് ഇവിടെ ഇനിയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അങ്ങനെ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഫുൾ പൊതുജനങ്ങൾ ആരൊക്കെയാ ഏതൊക്കെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മളെല്ലാവരും പരിചയപ്പെടും ഇറങ്ങാൻ നേരത്ത്. ഇപ്പം പരിചയപ്പെട്ടാൽ നമ്മൾ കൊടുങ്ങും. നമുക്ക് ആകെ 800 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. നമ്മളെ ബസ്സിൽ നിന്ന് ചിലപ്പോൾ ഇറക്കി വിടും. ഗൈസ് ഇവിടെ ബെല്ലൊക്കെ ഉണ്ട്. ഈ ബെല്ലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബസ് നിർത്തും. ഇവിടെ നമ്മൾ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ ഇവിടുന്ന് ബെല്ലടിക്കാം. പൊളിക്കും. ഗൈസ് ഒരു ഫോർച്യൂണർ മോനെ. ഫോർച്യൂണർ മുന്നിലൊരു പോളോ പോകുന്നുണ്ട്.
ഗൈസ് ചെറിയൊരു മയക്കാറൊക്കെ കാണുന്നുണ്ട്. അള്ള മോനെ വ്യൂ കാണുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇപ്പം അങ്ങോട്ട് പോയത് മറ്റേ മൈസൂർ വണ്ടി അപ്പം അങ്ങോട്ട് പോയത്. ഇതിപ്പോൾ നമ്മൾ താമരശ്ശേരി മോളത്തെ ബസ് സ്റ്റോപ്പിലാണുള്ളത്. ഇപ്പം മാനന്തവാടി TT ബസ്സിലോട്ട് നമ്മളുള്ളത്, പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ലക്കിടിയിൽ ഇറങ്ങും. വ്യൂ കണ്ടോ? വ്യൂ 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 ഞാൻ നിന്ന് ഇവിടെ കൊയങ്ങി. കുറച്ച് ഞാൻ എണീക്കൂ. ഇപ്പം എണീക്കൂ. ഇങ്ങാപ്പോയി എത്തിയാൽ എണീക്കൂ. ഇവിടെ ചെറിയ സീറ്റ് മോനെ ചാമ്പി അവൻ്റെ കുറേ ലഗേജൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ ലഗേജ് ഉണ്ട് അവിടെ ഇരിക്കാനില്ല. ചാമ്പി അവിടെ സീറ്റില്ല ഗൈസ്, സീറ്റില്ല. അവിടെ ഇരിക്കണോ? ഇരിക്കട്ടെ. നമ്മൾ ഗ്ലാസ് കിട്ടും. നമ്മുടെ മൂടെ ഇവിടെ ഫുൾ ക്യാമറ, നല്ല കാടും കുന്നൊക്കെ ഉണ്ട് ഇതിൽ. പ്രത്യേകതര ചാനലുണ്ട് ഗൈസ്. തീംസ് ഇതിലുണ്ട്. ഓരോരുത്തരെ ഞാൻ കാണിച്ചു തരാം. മെമ്പേഴ്സ് ഇവിടെ ഫുള്ള് ലഗേജാണ് ഗൈസ്. കണ്ടോ? ഇത് മൊത്തം ലഗേജ്. അപ്പോൾ എണീച്ചവിടെ ഇരിക്കാം. ടോപ്പാ ടോപ്പായി. അടിപൊളി ഡ്രൈവറാട്ടോ ഇയാൾ. ഈ സാധനം ഇങ്ങനെ കറക്കി കളിച്ച് ഇങ്ങനെ കയറി പോണ നമുക്ക് കാണാം. മൊത്തം കയറ്റി പോണ നമുക്ക് മൊത്തം പിടിക്കാം. നല്ല നീല ആകാശമാണ് ഗൈസ്, നല്ല നീല കളർ ആകാശവും. കുറച്ച് വെള്ളം കുറച്ച് കൂടുതലാണ്, അപ്പോൾ നീല നമുക്ക് മതി. അപ്പോൾ അടിപൊളിയാണ്. അമ്മ ഇതിൽ മൈക്കുണ്ട്. ഇത് വേറെ സ്പെഷ്യൽ ഫോണാ ഗൈസ്. മൈക്കിൻ്റെ പറ്റിയാണ് അവർ പറഞ്ഞത്. മൈക്ക് നമുക്ക് വേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ മൈക്ക് ഇതിൻ്റെ സൗണ്ട് കൊണ്ടില്ലേ, ചിലപ്പോൾ നമ്മൾ കേൾക്കലുണ്ടാവില്ല, ചിലപ്പോഴേ കേൾക്കുള്ളൂ. അതെ ഞാൻ തൊപ്പിൻ്റെ ഡബിളാണ്, തൊപ്പിയൊന്നുമല്ല. നമ്മൾ തൊപ്പിനെ വെട്ടിക്കും ഗൈസ്. തൊപ്പിനെ കടത്തി വെട്ടി നമ്മൾ പോവും ഗൈസ്. ബെൻസ് പോയി ഗൈസ്. ബെൻസ് ഇതിൽ അടിപൊളി കാറുകളൊക്കെ വന്ന് ഷൂട്ട് ചെയ്യും. അടിപൊളിയായിട്ട് കറക്കി എടുക്കുന്നുണ്ട് ഗൈസ്. ലക്കിടി എത്തുന്ന വരെ നല്ല വ്യൂ ഒക്കെ കാണാം. കിട്ടില്ല വ്യൂ. ഗൈസ് ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കറക്കി എടുക്കണ കാണാം.
പക്ഷെ കുറച്ച് കറങ്ങുന്നു. ഒരു താറ് വരുന്നുണ്ട്. ആ ഞാനും കണ്ടു, ഒരു ഫേസ്ബുക്കിലല്ലേ തൊപ്പിക്ക് സുഖമില്ലാന്ന് പറഞ്ഞ്. മോനെ വ്യൂ നോക്ക് ഗൈസ്, നോക്ക് ഗൈസ്, നോക്ക് വ്യൂ നോക്ക്, വ്യൂ 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 വ്യൂ. ഇപ്പം നമ്മൾ 21-ലെത്തി. മോനെ ഇതും കടന്നു പോകും. അതെ അതെ. ഇതിൻ്റെ മോനെ വ്യൂ നോക്ക് ഗൈസ്. ഇവിടെ മൊത്തം പൊളിച്ചിട്ടാളേണ്ടി വരും. അവിടെ എന്തോ ഒരു മോനാണ് ഗൈസ്. ഇതിപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ നാട്ടിലെത്തുമായിരിക്കും. ഒരു അപ്പാര ഡ്രൈവിംഗ് ആണ്, കിടിലൻ ഡ്രൈവിങ്. പേടിയാണ് മുന്നിലിരിക്കുമ്പോൾ. ഗൈസ് നോക്ക് ഗൈസ്, മരം കാണുന്നില്ലല്ലോ. വ്യൂ വ്യൂ ഗൈസ്. ഞാൻ യൂട്യൂബർ ആവില്ല ഗൈസ്, അങ്ങനെയല്ലേ വ്ളോഗ് എടുക്കല് ഗൈസ്. എനിക്ക് അറിയുന്നമാരാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്, അറിയുന്ന പോലെ. സൂപ്പർ ബൈക്ക് മോനെ. ഓൻ ഇട്ടിപ്പോ ഓൻ പോയി. ഈങ്ങാപ്പുഴ എത്തി. ഇതിപ്പോൾ ഈങ്ങാപ്പുഴ ബസ് സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ കയറ്റും. അടിപൊളി വ്യൂ. ഈങ്ങാപ്പുഴ ഉള്ളവർക്കൊക്കെ കാണാൻ പറ്റുക. ഇവിടെയൊക്കെ വലുതായ ഒരു വീടുണ്ടാക്കി ഈങ്ങാപ്പുഴ എത്തിയിട്ടേക്കും. ഈങ്ങാപ്പുഴയിലാണ് എൻ്റെ വീടുണ്ടാവുക. ഇൻഷാ അല്ലാഹ് നമ്മളെന്തായാലും നമ്മളൊരു വീട്, ഒരു വ്യൂ കിട്ടണോടത്തുണ്ടാക്കും. എൻ്റെ മോനെ സീറ്റ് കിട്ടി ഗൈസ്. നമ്മൾ പൊളിക്കാൻ പോവാണ് ഗൈസ്, നമ്മൾ പൊളിക്കാൻ പോവാണ്. ഗൈസ് അവിടെ ഒരാൾ ഫ്രീ പ്രൊമോഷനാണ്. എന്നാണ് ഉജാലപ്പൊടി, പെനോയിൽ, പിന്നെന്തൊക്കെയാണ് അവിടെ ഉള്ളത്, ഒക്കെ ഫ്രീ പ്രൊമോഷന്. അല്ല, ഹിബ സോപ്പ് കടയിൽ വന്ന എല്ലാ സോപ്പുകളും എടുക്കേണ്ടതാണ്. മുകളിൽ ഒരു ഇലക്ട്രോണിക്സ് ഉണ്ട്, അപ്പുറത്ത് കുറച്ച് കൂൾ ബാർ ഉണ്ട്, ചായ, നല്ല അടിപൊളി കടികളിനെ വണ്ടി എടുത്ത് ഇത്രേ ഉള്ളൂ. നോക്ക് ഗൈസ്, ഈങ്ങാപ്പുഴ ഉള്ളവർക്കൊക്കെ അങ്ങോട്ട് നോക്ക്, അതെന്താ കാണുന്ന നോക്ക്, മാല അല്ലാണ്ട് കാർമേഘമൊന്നുമല്ല. നോക്ക് ഗൈസ്, ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവിടുത്തെ കാടുമല ഇട്ടിട്ട് കാര്യമില്ല. അങ്ങനത്തെ കുറച്ച് മലകളൊക്കെ കണ്ടിരിക്കണോ. രാവിലെ എണീക്കുമ്പോൾ
ഡോറ് തുറന്നാൽ കാണുന്ന കാഴ്ചകളാണിത്. നോക്ക് ഗൈസ്, നോക്ക്. ഈ ബസ്സിൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കലുണ്ടാവില്ല. വല്ല ആക്സിഡൻറ്റോ അടുത്തവനെ അങ്ങനെ വരരുത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതങ്ങനെ പോവും. പിന്നെ ഈ വ്ളോഗിൽ ഒരു ഗേൾസ് ഒരു പാട്ട് പാടുന്നുണ്ട്. ഓൾക്ക് ബിഗ് സല്യൂട്ട്. ഓക്കെ, ഓലൊക്കെ ഒരു ഇത് വ്യൂ നോക്ക്. എൻ്റെ മോനെ, എന്തൊക്കെയാ റബ്ബേ ഇത് കാണുന്നത്. നമുക്ക് കുറച്ച് ഇനി അവിടേക്ക് എത്തിയിട്ട് ഷൂട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറേ ലെങ്ത്ത് ഇന്ത്യയിൽ ആകെ 51 മിനിറ്റ് ഈ വീഡിയോ എടുക്കാൻ സ്പേസ് ഇല്ല. 51 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ കട്ടാവും. ഓക്കെ, ഇത് ഗൈസ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ആണ്. ഗൈസ് ഇവിടെയാണ് പൈസ കിടൽ പള്ളിയിൽ. അതാ ഒടുങ്ങാക്കാട് അവിടെ നല്ലതാണ് പൈസ കിട്ടുന്നത്. ഞാൻ മറന്നുപോയി പൈസ ഇടാൻ. അതെങ്ങനെ എറിഞ്ഞിട്ട് പോലാണ് പൈസ. അത് പ്രത്യേക തരത്തിലാണ് വ്ളോഗ് എടുക്കുന്നത്. ചിലപ്പോൾ ഷെയ്ക്കൊക്കെ ആവാൻ മതിയോ വ്ളോഗ്. ഉള്ള മോനെ വേറെ ലോകം, വേറെ സംഭവം, വേറെ ലോകം. മോനെ ഒന്നും പറയാനില്ല പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഈ വ്ളോഗ് എടുക്കുമ്പോൾ വേറെ തന്നെ അല്ല, ഒക്കെ മാറിപ്പോയി. ഈ വ്ളോഗ് എടുത്ത് ഈ വല്ല വ്ളോഗിലൂടെ കാണുന്ന എല്ലാ കാഴ്ചകൾ കടുപ്പ് വരുന്നത് വേറെ തന്നെ ഒരു കാഴ്ചയാണ് ഡയറക്റ്റ് കാണുമ്പോൾ കിട്ടുന്നത്. കണ്ണിനോട് കാണുമ്പോൾ വേറെ മോഡാണ്. മോനെ ഒന്നും പറയാനില്ല. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയ മാതിരി ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വയനാട്ടിലേക്കാണ് പോണത്. ഡ്രൈവർ മാമൻ ഒരേ വണ്ടി ഓടിക്കലാണ്. ഡ്രൈവർ മാമൻ രതീഷേട്ടെ ഭയങ്കര വണ്ടി ഓടിക്കലാണ്. കുറച്ചേരം വണ്ടി നിർത്തി ചായ കുടിച്ച് പോകാനൊന്നും ഓൾക്ക് പറ്റൂല. ഓലിങ്ങനെ 24 hour ഇങ്ങനെ വണ്ടി ഓടിച്ച് കൊണ്ടേയിരിക്കും. പിന്നെ ഓൾക്ക് ട്രിപ്പ് അവിടെ പോയി നിർത്തിയിട്ടാലും മാനന്തവാടി പോയാൽ ഈ വണ്ടി നിർത്തും. അപ്പോൾ ഓൾക്ക് ചായ വെള്ളം കുടിക്കാം. എല്ലാം വ്യൂ കേട്ടോ ഗൈസ്. പിന്നെ ബസ്സിൻ്റെ നോയ്സ് കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വോയിസ് ചിലപ്പോൾ ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ വയനാട്ടിലെത്തി ലക്കടി വരെ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എന്നെ പിടിച്ച് പുറത്തിടും. നോക്ക് ഗൈസ് കാഴ്ചകൾ. ടിക്കറ്റ് ഇതാ 56 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഞാൻ കുന്നമംഗലം ടു ലക്കിടി വരെയാണ് എൻ്റെ ടിക്കറ്റ് ഉള്ളത് 56. അത് കഴിഞ്ഞാൽ എന്നെ പിടിച്ച് പുറത്തിടും. അതുവരെ എനിക്ക് എൻ്റെ ബസ്സിൻ്റെ സ്വന്തം KSRTCൻ്റെ സ്വന്തം. ഓക്കെ, എനിക്ക് എന്ത് വേണമെങ്കിൽ കളിക്കാം ഈ ബസ്സിൽ. വേണമെങ്കിൽ എനിക്കിങ്ങനെ പൊക്കാം. കുറേ ആൾക്കാരെ ഞാൻ കാണാം. കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഓരോരുത്തർ പോകാൻ കഴിയുന്നില്ല. ഓലൊക്കെ വേറെ കുറേ ആൾക്കാർ
തൊള്ളർന്ന് ഉറങ്ങണോലൊക്കെ ഉണ്ട്. അവരൊക്കെ പിടിച്ച് ഇതിലിട്ടാൽ സീനാവും. മോനെ പെട്രോൾ പമ്പ്, പിന്നെ ഒരു ഓട്ടോറിക്ഷ, പിന്നെ അടിവാരം എത്തിയിട്ടോ ഗൈസ്. അടിവാരമാണ് ഈ കാണുന്ന കാഴ്ച. അടിവാരം ഈ കമ്പി കാരണം ഇവിടെ ഒരു പ്രശ്നമാണ്. ഗൈസ് അടിവാരത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അടിവാരം. ഈ മൈക്കില്ലാത്തതിനോട് പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ മുകളിൽ കോടൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് ഒരു അടിപൊളി മോള് ഗൈസ്. ചുരം സ്റ്റാർട്ടായിരിക്കുന്നു. നമ്മളെ വയനാട് സ്റ്റാർട്ടായിരിക്കുന്നു. ഇതുവരെ കണ്ടതൊന്നുമല്ല കളി. ഇനിയാണ് കളികൾ കാണാൻ പോണത്. കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും. എത്രയോ ആൾക്കാരുണ്ടാവും ഈ വ്ളോഗിൽ. ഇനി ഫുള്ള് ഞാനോ ഒരു കുരങ്ങൻ, ഞാനോ വേറെ മോഡൽ കുരങ്ങനാണ്. ഞാനുള്ളപ്പോൾ വേറെ കുരങ്ങന്മാരൊന്നും ഇവിടെ വേണ്ട. പോലെ പൊളി കാഴ്ചകളായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക. ഓക്കെ ഗൈസ്, അടിപൊളി കല്ലുമ്മക്കായ, പിന്നെ മറ്റേ കാളമുട്ട അതൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. നമ്മളെ 5 പൈസ ഇല്ല അതൊന്നും വാങ്ങി കഴിക്കാനുള്ള. ചുരം തുടങ്ങി. ഡ്രൈവർ മാമനൊക്കെ കറക്കി എടുക്കുന്നുണ്ട്. കറക്കി ചുരത്തിൽ പുതിയ റോഡായെന്ന് തോന്നുന്നു. ഇങ്ങനെയൊന്നല്ല ഇനി ആദ്യത്തെ റോഡ്. ഫുള്ള് വേറെ മോഡേനു. ഇപ്പോൾ ഫുള്ള് റോഡൊക്കെ മാറി. അപ്പോൾ നല്ല കാഴ്ചകളായിരിക്കും ഇനി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് കാണാം. ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് പ്രാങ്ക്സ് നടത്തും. ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് കാഴ്ചകൾ കാണാം. വയനാടൊക്കെ ഇപ്പോൾ എല്ലാവരും കാണാനില്ല. പിന്നെ ഞാൻ അപ്പോൾ ഇതിൽ കൂടെ കാണിച്ചിട്ടൊന്നും ഇല്ല, ഒരു ഇതും കിട്ടാനില്ല. അല്ല മോനെ നമ്മളെ വെള്ളം. അവിടെ എത്തിയിട്ട് കുറച്ച് കാഴ്ചകൾ എടുക്കാം. അതുവരെ എല്ലാവരും വയനാടൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ടതല്ലേ. പിന്നെ ഇപ്പോൾ ഞാൻ എന്തിനാപ്പോൾ ഈ വ്ളോഗിലൂടെ കാണിക്കുന്നതെന്ന് എനിക്ക് ഭ്രാന്തായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടോ. വയനാട് ഇപ്പോൾ ഇതാണ് സ്ഥിതി. കോടയില്ലോ ഒരു ചേമ്പുമില്ല. വെറുതെ കൊണ്ട് കുട്ടിയും പറിച്ച് വരാൻ നിൽക്കണേ. ഞാൻ പ്രാങ്ക് എടുക്കാനാണ് പോണത് വയനാട്ടിൽ. ഓക്കെ, വയനാട്ടിൽ പ്രാങ്ക് എടുക്കാനാണ് പോണത്. അവിടെ എത്തി നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ട് വേറെ വ്ളോഗ് എടുക്കും, വേറെ സാധനം ഇറക്കും കേട്ടോ. ഓക്കെ മോനെ, ഈ ലോറിയൊക്കെ കയറിപ്പോണോക്ക് അവരൊക്കെ സമ്മതിക്കണം. എത്രങ്ങാനും ലോഡേക്ക് ഈ ലോറിയിൽ ഉണ്ടാവുക അറിയോ. അവരൊക്കെ ഇങ്ങനെ ക്ഷമയോടെ കയറ്റി പോകണം. ക്ഷമിച്ച് ക്ലച്ചൊക്കെ ഇങ്ങനെ കത്തിപ്പോവും. ഓനൊക്കെ നമുക്ക് ആക്സിഡൻറ്റ് വന്ന് പൊളി. ഓന അടിപൊളി ഡ്രൈവറാണ്. മുന്നിൽ കുറേ ലോറിമാർ പോകുന്നുണ്ട്. ചുരം 1 അതാ ഹെയർ പിൻ നമ്പർ 1 അവിടെ കാണാം. അപ്പോൾ ഹെയർ പിൻ നമ്പർ 1 കറക്കിയിട്ടാണ് അതിൽ എടുക്കണത് കേട്ടോ. ഇന്ത്യ മോനെ, ഹെയർ പിൻ നമ്പർ 1. What's the problem? ഇന്ത്യ മോനെ, വ്യൂ നോക്ക് ഗൈസ്. ഞാൻ പറയണത് കേൾക്കണ്ടോ കളി? എന്ത് കളിയാത്. What's the problem? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. നമുക്കെന്തേ പറയാനുണ്ടോ? നമുക്ക് ഓൻ്റെ വണ്ടി ഒന്ന് മേലെത്തി കിട്ടാനുള്ള കഷ്ടപ്പാടിലേക്കും. ഒക്കെ കേരള രജിസ്ട്രേഷൻ വണ്ടികളാണ്. അപ്പോൾ നമ്മൾ മലയാളീസ് വേറെ മോഡേക്കും. ഇന്ത്യ മോനെ, കൊടൈക്കനാൽ അതാ കാണുന്നുണ്ട് ഗൈസ്. കൊടൈക്കനാൽ ആകുമ്പോ എടാ ഞാൻ ഗ്ലാസ് ഇട്ടിട്ടല്ലേ കോടമഞ്ഞ് കാണുന്നത്. ഗ്ലാസ് ഇട്ടിട്ടാ കോടമഞ്ഞ്. എടോ
ഇവിടെ ഇപ്പൊ ഒന്നുമില്ല. എന്തിട്ടാണ് ഇതുവരെ കാഴ്ചകൾ അടിപൊളിയായിട്ട് ഗ്ലാസ് ഇട്ടതിനോട് കാഴ്ചകൾ വേറെ മോഡാ. മോനെ നോക്ക് മോനെ, ആ വീട്ടിലൊന്നും ഇരിക്കണ്ട, കസാലയിൽ ഇരുന്ന് വെറുതെ കാണാൻ നിങ്ങൾ എൻ്റെ വ്ളോഗ്. ഇങ്ങോട്ട് KSRTC 56 റുപ്യ എടുത്ത് ഇങ്ങോട്ട് കയറി വാ. 56 റുപ്യ ഉള്ളു ഇങ്ങോട്ടേക്ക്. 56 വെറും 56 റുപ്യക്ക് വയനാട്ടിലെത്തും. നിങ്ങൾ വയനാട്ടിൽ കൊണ്ടുപോയിടും ബസ്. കുന്നമംഗലം ടു 56 റുപ്യക്ക് നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. ഓക്കെ മോനെ, പൊളി പൊളി പൊളി. വയനാട് ഗൈസ്, വയനാട് ഗൈസ്. അതിലങ്ങോട്ട് പോയാൽ തുഷാരഗിരി എത്തും. തുഷാരഗിരിക്ക് അതിലേ പോകട്ടോ. അതിലങ്ങനെ നേരെ പോയാൽ തുഷാരഗിരിക്ക് പോകും. അപ്പോൾ പിന്നെ ഇപ്പോൾ അങ്ങോട്ട് പോകില്ല, ബസ് അങ്ങോട്ട് പോകണേ ഇല്ല. എന്താ ചെയ്യാൻ. പിന്നെ ഇവിടെ അടിപൊളി പള്ളിയൊക്കെ ഉണ്ട്. അങ്ങനെ വളഞ്ഞോണ്ട് പോവാണ്. വണ്ടി മോനെ ഒരു ഓട്ടോറിക്ഷ ഇടിച്ചെടുക്കണം അവിടെ. ഓട്ടോറിക്ഷ ഇടിച്ച്, അതാണ് പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ കേട്ടോ. കണക്കുണേ പറഞ്ഞ് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇടിക്കും. ഞാൻ വേറെ ഒന്നും കാണിക്കാൻ ഇതിൽ കഴിയുന്നില്ല. എന്താ ഇപ്പോൾ ഇതിൽ കാണിക്കപ്പോൾ ഞാൻ കുറേ ഡബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഫുൾ ഡബ്ബർ തോട്ടം. പിന്നെ 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 ഇനിയിപ്പോൾ ഒരു വ്യൂ വരുന്നുണ്ട്. അമ്പോ കിട്ടില്ല വ്യൂ. നമ്മൾ മേലെ എത്തുന്നതിനനുസരിച്ച് വ്യൂ കൂടിക്കൊണ്ട് നിൽക്കും. ബസ്സിലുള്ള കാണിച്ചിരുന്നത്. ബസ്സിലൊക്കെ ഫുൾ ടീംസ് ആട്ടോ. ബസ്സിൽ ഫുൾ ആൾക്കാരാണ്. എനിക്കൊക്കെ സീറ്റ് എങ്ങനെയോ കിട്ടിയതാ. ഇന്ന് ഒരാൾ വിളിക്കുന്നുണ്ട്, പോയേക്കാം. ദാറ്റ്സ് എ പ്രോബ്ലം. അതെ. എന്ത് യൂട്യൂബ്? അനസ് വ്ലോഗ് 21 ചാനലിന്റെ പേര്. സ്പേസ് ഒന്നും ഇല്ലാണ്ട് അടിച്ചാൽ മതി. കിട്ടുന്നില്ല, സ്പേസ് ഇടാതെ അടിക്കണം. ഓക്കെ, ഞാൻ പോട്ടെ. ഓക്കെ, ബൈ 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 ബൈ. സീറ്റ് പോയാൽ പോകുമ്പോൾ ഇൻഫ്ലുവൻസർ ആണോ അങ്ങനെ ചോദിച്ചത്. ബാക്കിയുള്ളവരൊക്കെ ഇതൊക്കെ നോക്കി വെച്ചാൽ ഇതുവരെ ചിലപ്പോൾ ഒരു രസം ഉണ്ടാവില്ല. ഇനി അങ്ങോട്ടേക്ക് രസം ഉണ്ടാവുക. ഇതുവരെ ചിലപ്പോൾ രസം. ഒരു കുരങ്ങനെങ്കിലും കണ്ട് ഭാഗ്യം. മോനെ വ്യൂ നോക്ക് ഗൈസ്. നോക്ക് 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 നോക്ക്. ഇഞ്ചിയ മോനെ. ബസ് മെല്ലെ വിട്, ബസ് മെല്ലെ വിട്, വിട് വിട്, മെല്ലെ വിട്, മെല്ലെ വിട്. ഇഞ്ചിയ മോനെ. സീന് 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 സീന്. ഇത് കത്തും. അല്ല മേലതാ ഞാൻ കാണുന്ന കൂടിയില്ല. മേലെ കാട് മൂടി. ഓളിന്റെ ബാക്കോട്ടേക്ക് ഇങ്ങനെ വിളിച്ചതാ. ഇങ്ങനെ വിളിച്ച് അപ്പം ഞാൻ പോയി. അപ്പോൾ ഓളിങ്ങനെ ചോദിച്ചു ഇൻഫ്ലുവൻസർ ആണോ. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചേമ്പാന്ന് പോലും എനിക്കറിയില്ല. അതാ മോനെ ഹിമാലയ കിടത്തി വരുന്നത്. ഹിമാലയ ഇങ്ങനെ കിടത്തി വളച്ച് വരും. അപ്പോൾ ഓള് പറഞ്ഞു എന്നോട് ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആണ്. നീ ചിലപ്പോൾ യൂട്യൂബിൻ്റെ തർജ്ജമ ചെയ്ത് പറഞ്ഞതേക്ക് ഇൻഫ്ലുവൻസർ എന്ന്. അപ്പോൾ ഞാൻ ഇൻഫ്ലുവൻസറാന്ന് പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞു എൻ്റെ ചാനലിൻ്റെ പേരെന്ന്. അപ്പോൾ അനസ് വ്ലോഗ് 21 എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടാവും. ആകെ 800 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, ഞാനും ഉണ്ട്. ഓക്കെ, നമ്മൾ തുടങ്ങി വരുന്നുള്ളൂ. അപ്പോൾ മേലേക്ക് നോക്കുമ്പോൾ അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച. മേലെ കിട്ടില്ല കാഴ്ച. ഈ തെങ്ങൊക്കെ ഇവിടുന്ന് മുറിച്ച് ഒഴിവാക്കേണ്ടി വരും, എന്നാലേ ഇത് എനിക്ക് കാണുള്ളൂ. നമ്മൾ ഡ്രൈവർ മാമ ഇവിടെ ഉണ്ട് കേട്ടോ. ഡ്രൈവർ മാമ
ഒരേപോലെ പൊളിക്കണേ, പൊളിച്ച് പൊടിക്കാണ്, കറക്കിയിട്ട് എടുക്കണേ. ഇന്ത്യ മോനെ ബോള് എൻ്റെ ഫോണിൽ നല്ല വൃത്തിക്ക് ഇങ്ങനെ കാണാം. നല്ല അടിപൊളിയായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇനി വയനാട് വരേണ്ടി വരില്ല എൻ്റെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ മൂന്നാമത്തെ ചുരത്തി. അങ്ങോട്ടേക്ക് വരാം. മൂന്നാമത്തെ ചുരം മൂന്നാമത്തെ ചുരം ഇങ്ങനെ കയറി മുകളിൽ നോക്കിയാൽ കാണാം. അതാ മുകളിലത്തെ റോഡ്, അതിൻ്റെ മുകളിൽ പോകും. ഇപ്പം നമ്മൾ ഏറ്റവും മുകളിൽ എത്തും. ഇവിടെ അടിപൊളി ചായ. ഇപ്പം നാലാമത്തെ ചുരമായിട്ട് നാലാമത്തെ ചുരം. മോന പോളി. ഇവിടെ ചുരത്തിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയരുതെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവിടെ കുറേ വലിച്ചെറിഞ്ഞ പോലുണ്ട്. ഓലൊക്കെ ഞാൻ പിടിച്ച് കിട്ടിയ എൻ്റെ കൈമ കിട്ടിയ പൊളിക്കുക ഞാൻ. അവിടെ കുറേ പ്ലാസ്റ്റിക് വലിച്ചെറിയണേ, കുറേ പ്ലാസ്റ്റിക്, ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കുകളാണ് വലിച്ചെറിയണേ. ഇത് ആരൊക്കെ വലിച്ചെറിയണാലും എൻ്റെ ക്യാമറയിൽ കിട്ടിയ പോലെ എയറിലായി. ഇതവിടെ കുറേ ചാക്കുകളൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടാണ്. ഇവിടെ ഒന്നും ചാക്കൊന്നും ഉണ്ടാക്കണില്ല. ഇത് ഓരോരുത്തർ മനുഷ്യന്മാരിവിടെ കൊണ്ടുവന്നിട്ട് പ്രകൃതി നശിപ്പിക്കുകയാണ്. ട്രാഫിക്കിലാണ് ടീച്ചർ പറഞ്ഞ മേരാ കോയിസി എന്ന് പറഞ്ഞൊരു പാട്ട് അറിയാം നിങ്ങൾക്ക്? കോയിസി മേരാ കോയിസി दिल तरवाई होई है, दिल तरवाई होई है, मैं नाट मत का. അതൊരു പാട്ടുണ്ട്. എന്തൊക്കെ ഒരു വ്ളോഗാണ് എടുത്ത്. എനിക്ക് അറിയണ പോലെയാണ് വ്ളോഗ് എടുക്കണത്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരണം, ഇനി കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കണവരുണ്ട്. ഓലും കൂടി സപ്പോർട്ട് ചെയ്ത് തന്നാൽ ഞാൻ ചിലപ്പോൾ കഴിച്ചിലായി പോകും. ഓക്കെ, പോരാതെ ഞാൻ KSRTC പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ബൈക്ക് ഉണ്ട് വീട്ടിൽ. അപ്പോൾ അത് നാളെ ഇൻഷാല്ലാ നാളെ ബാറ്ററി പുതിയത് വരും. പിന്നെ നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ, പിന്നെ നമ്മൾ ഈ കേരളം വിട്ട് പോകും. നമ്മൾ ഒരു ബെൻസ് കാർ വരുന്നുണ്ട്, ബ്ലാക്ക് ബെൻസ്, അടിപൊളി. ഒരു ആംബുലൻസ് വരുന്നുണ്ട്. ഗൈസ്, വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിന് മധുരമുണ്ട് ഗൈസ്. വെള്ളം പഞ്ചസാര ഇട്ടിട്ടാണ് വരുന്നത്. പുതിയ മോഡൽ 10ൻ്റെ എന്താണ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയോട് എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പഞ്ചസാര നിങ്ങൾ വെള്ളത്തിൽ ചേർക്കുന്നുണ്ടോ? അടിയിൽ നല്ല കുയ്യാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പഞ്ചസാര ഉണ്ട്. വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് മധുരമുണ്ട്. ഗൈസ്, അതിൻ്റെ അടിയിൽ നിന്ന് അപ്പോൾ കയറി വന്നേ. അതാ അടിയിലൊക്കെ റോഡ് കാണാം നിങ്ങൾക്ക്. അടിയിൽ കൂടെ ഇപ്പോൾ കയറി വന്ന് നമ്മൾ മേലെത്തി.
ഗൈസ്, സർക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റോഡിൻ്റെ വീതി കുറച്ച് കൂട്ടുന്നതാണ്. ആ ബസ് ഇപ്പോൾ മറയും. ഏഴാമത്തെ വളവെത്തി. 777 വളവെത്തി. ഈ ലോറിക്കാരനൊക്കെ റോങ് കയറി വന്ന് റോങ് മൊത്തത്തിൽ അടുപ്പിലായി. ഇപ്പോൾ ഇവിടെ മൊത്തം ബ്ലോക്കായി. കുറച്ച് കുരങ്ങന്മാരെങ്കിലും കാണിച്ചു ഞാൻ. കുരങ്ങനങ്ങൾ മെല്ലെ കാണണം, എന്നാലൊക്കെ കാണാൻ കഴിയുള്ളൂ. ഞാനിവിടെ ഒരു കുരങ്ങനുണ്ടാകുമ്പോൾ വേറെ കുരങ്ങനെങ്ങൾ എന്തിനാ കാണണേ? അമ്പോ കുറച്ച് വ്യൂ കാണാൻ പോകുന്നവർക്ക്. ഗൈസ്, ഇവിടെ നോക്കിയാൽ നോളേജ് സിറ്റി കാണാം കേട്ടോ. ഇപ്പം കുറച്ച് ഞാൻ കാണിച്ചു തരാം. ഒക്കെ മാഞ്ഞു പോയി ഈ കാടും മലയൊക്കെ. പക്ഷേ കാടിനെ കുറ്റം പറയുന്നില്ല. കാട് നല്ലപ്പോൾ തണുപ്പടിക്കുന്നുണ്ട് ഇങ്ങോട്ട്. ജസ്റ്റ് ഒരു തണുപ്പൊക്കെ അടിക്കുന്നുണ്ട്. കുറച്ച് കൂളായി ഇപ്പോൾ. കുറച്ച് മേലെത്തിയപ്പോൾ കുറച്ച് കൂള്, നല്ല അടിപൊളി കാഴ്ച. നമ്മൾ ഏകദേശം ടോപ്പിലെത്താനായിട്ടേ ഉള്ളൂ. ഇപ്പോഴും ആയില്ല. ഇനിയും ഇങ്ങനെ കുറേ പോകാനുണ്ട്. ഗൈസ്, അതാ കാണാം നോളേജ് സിറ്റി. ഗൈസ്, നല്ല വ്യൂ വരുമ്പോതിന് അതാ നോളേജ് സിറ്റി. അതാ എവിടെ 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 ഇവിടെ നോളേജ് സിറ്റി കാണുന്നില്ല. അതാ ഗൈസ്, അതാ നോളേജ് സിറ്റി. അതാ കാണണം. അത്രയും വലിയ നോളേജ് സിറ്റിയാണ്. ഇപ്പം നിങ്ങൾക്ക് മലേൻ്റെ മുകളിൽ നിന്നാണ് ചുരുങ്ങിയതായിട്ട് കാണുന്നത്. മോനെ, ഈ കാട് കാരണം ഗൈസ് 9 എത്തി. 9 9 വളവ് ഇറങ്ങി. ഗൈസ്, ഈ ലോറിയൊക്കെ നല്ല ലോഡ് വെച്ച് കയറുക കേട്ടോ. KL 10 മലപ്പുറം വണ്ടിയാ. മോനെ, അവനൊക്കെ ക്ഷമിച്ച് കയറ്റുക. ക്ഷമയോടെ കയറണത്. ഇതിൽ ഫുൾ വീട് മാവൂര്. ഗൈസ്, ഇപ്പോൾ ഒരു ബെൻസ് കാർ പോയി. ഇപ്പോൾ നമ്മൾ അടിപൊളി വ്യൂയിലേക്കാണ് പോകണം കേട്ടോ. മോനെ, ഇതിപ്പോൾ യഥാർത്ഥ വയനാട് കാഴ്ചകളാണ് ഇനി കാണാൻ പോണത്. ഇന്ത്യ മോനെ, വയനാട്ടിലേക്ക് ഇപ്പോൾ എല്ലാവരും വരണം. വയനാട് ഓപ്പൺ ആയിക്കിന്. ഇപ്പോൾ എല്ലാവരും കൂടെ അടിച്ച് കയറി വാ. ഇന്ത്യ മോനെ, വയനാട്ടിലെ യഥാർത്ഥ വയനാട്. പക്ഷെ അപ്പുറം സീറ്റിൽ ഇരുന്നുണ്ടെങ്കിൽ നല്ല വ്യൂ കിട്ടീന്. അപ്പോൾ നമുക്ക് റിട്ടേൺ പോകുമ്പോൾ എന്തായാലും ചെറിയൊരു വ്ളോഗ് എടുക്കും. ഇത്ര വലിയ ലെങ്ത്തൊന്നും കൊടുക്കൂല. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കുറവാട്ടോ.
അപ്പോൾ നമ്മൾ വെൽക്കം ടു വയനാടിൻ്റെ ബോർഡ് കാണാം. ഈ വളവ് കളഞ്ഞാൽ വയനാട് ചുരം അവിടെ എൻ്റെ തന്നെ അവിടെ എത്തി. നമ്മൾ എൻ്റെ എത്തി. പിന്നെ നമ്മൾ പ്രാങ്ക് ഷോ അതൊക്കെ എടുക്കാൻ പോകണം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗാണ്. ഇനി നമ്മൾ പ്രാങ്ക് നമ്മൾ അവിടെ എത്തിയിട്ട് എടുക്കും. അടി കിട്ടുന്ന പരിപാടി എടുക്കാൻ പോകണം. അടി മാക്സിമം അടി വാങ്ങി കൂട്ടുന്നു. നമ്മൾ വെൽക്കം ടു വയനാട്. വയനാട്ടിലെത്തി. ലക്കിടി എനിക്ക് ഇറങ്ങാനായി. അപ്പോൾ പോവാം. അതിലിപ്പോൾ ആരൊക്കെയുള്ളത്? അല്ലോ മോനെ, അവിടെ കുറേ ടീംസ് ഉണ്ട്. എല്ലാവരും കാണിക്കാം. എടാ ഞാൻ പോട്ടെ. ഓക്കെ പോട്ടെ. ബൈ ഇൻഫ്ലുവൻസ്. ഓക്കെ. അനസ് വ്ളോഗ് 21 സ്പേസ് ഒന്നും ഇല്ലാണ്ട് അടിച്ചാൽ മതി. ലക്കിടി ഞാൻ ഇറങ്ങാൻ പോകണം. ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയ പ്രാങ്ക് ഷോ എടുക്കും. അടിപൊളിയായിട്ട്. അതെ, ഇതാണ് നമ്മളെ കണ്ടക്ടർ കേട്ടോ. ഞാൻ അടിക്കണോ? വേണ്ട. എൻ്റെ പേരെന്താ? സൂര്യൻ. എൻ്റെ പേരെന്താ? രാജിയ. ഓക്കെ പോട്ടെ. ഇതാണ് ഈ ബസ്സിലേക്ക് കയറിയത്. നമ്പർ ബോർഡ് മാനന്തവാടി. എൻ്റെ മോനെ ടാറ്റ. വയ്ക്കോ. ഇപ്പം നമ്മൾ ലക്കിടി എത്തി ഗൈസ്. നമ്മൾ എത്തിയിരിക്കുന്നു ലക്കിടിയിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഇന്നെ അവരെ ഇറക്കി വിട്ടു ഗൈസ്. ഞാൻ ലക്കിടി വരെ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ഒരു സമാധാനം ഉണ്ട്. നല്ല ഒരു തണുപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. നല്ലൊരു അടിപൊളി കാലാവസ്ഥ. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടുന്ന് പ്രാങ്ക് ഷോസുകൾ എടുക്കാൻ പോവാണ് മോനെ. കിട്ടില്ല സാധനങ്ങൾ ഇപ്പം ഇറങ്ങും. നോക്കിക്കോ, ഇപ്പം ഇറങ്ങും. കണ്ണട വെട്ടിയുണ്ടെങ്കിൽ ഒക്കെ ഇപ്പോൾ തീരും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചായ കുടിച്ചിട്ട് നമ്മൾ പ്രാങ്ക് ഷോ എടുക്കാൻ പോണ്. ടീമാ നമ്മളെ ആൾക്കാരത്. അതെ, ഓക്കെ. ഇങ്ങോട്ട് പോകുന്നത് ഇതൊക്കെ നമ്മളെ അടിപൊളി ആൾക്കാരാണ്. നമ്മളെ കണ്ടപ്പോൾ നിർത്തിയതാണ്. അപ്പോ വല്ലപ്പോ നമ്മളറിയുന്ന ടീംസാ മൊത്തം. 5 മണി. ഓക്കെ, 5 മണിക്ക് ഓല കാണാൻ നോക്കി. പിന്നെ കുറച്ച് ടീംസാണത്. ഡേഞ്ചർ ടീംസാണ്. നമ്മൾ പിന്നെ ഡേഞ്ചറിന്ന് ഒഴിവായതാ. ഡേഞ്ചർ നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതാ ഫോർച്യൂണറൊക്കെ ഇതാ. എൻ്റെ മോനെ ഫോർച്യൂണർ. പിന്നെ ഇപ്പം ഞാൻ വന്ന കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ പ്രാങ്ക് ഷോ എടുക്കാനാണ് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വീഡിയോ ആണ് എടുത്ത്. അപ്പോൾ നമ്മളെന്തായാലും ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ പ്രാങ്ക് ഷോ എടുക്കാൻ പോവാണ്. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പ്രാങ്ക് ഷോ ആണ് വീഡിയോ ഇറങ്ങുക. അപ്പോൾ ഇതിപ്പോൾ സഞ്ചാരമാതിരിയുള്ളൊരു സഫാരി ചാനൽ മാതിരി ഞാൻ കൊണ്ടുവന്നതാണ്. എനിക്ക് അറിയണ മാതിരി ഒരു വ്ളോഗ് എടുത്ത് വന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വലിയ ടോപ്പൊന്നും ആയിട്ടുണ്ടാവില്ല, അറിയണ മാതിരി എടുത്ത് വന്നാൽ. അപ്പോൾ ഇനി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പ്രാങ്ക് ഷോ എടുക്കാൻ പോവാണ്. ചിലപ്പോൾ അടിയൊക്കെ കിട്ടാൻ മതിയാവും. ഞാൻ അറിയണ മാതിരി പ്രാങ്കൊക്കെ എടുക്കാൻ പോകണം. മൈക്കൊന്നും ഇല്ല. അപ്പോൾ ക്യാമറ ഒക്കെ കുറച്ചപ്പുറം വെച്ചിട്ട് പിന്നെ ഇത് റിസ്കിൽ എടുക്കണം. ഓക്കെ, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ഇന്ന് കയറും. ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് തന്നെ കയറ്റും ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയ ടൈം എത്ര മണിക്ക് അറിയോ? കാണിച്ചു തരാം. ഇതാ, കാണുന്നില്ലല്ലോ. ഇത് ഞാനിപ്പോൾ ഒരു 3:20 ഇവിടെ എത്തി. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ നിൽക്കിയിടുക. എന്നാലേ ഞാൻ പ്രാങ്ക് എടുക്കുന്ന വീഡിയോ പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ ചില ടൈമിൽ ഇതിപ്പോൾ വ്ളോഗ് ചെയ്യിക്കും. അപ്പോൾ ഇതിൽ കുറേ ഗേൾസൊക്കെ പാട്ട് പാടുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൈ ടാറ്റ. ഓക്കെ.